ദേവീ ചൈതന്യം കളിയാടുന്ന 100 അമ്മ ദേവാലയങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ വൈവിധ്യം കൊണ്ട് വ്യത്യസ്തതയുള്ളൊരു ക്ഷേത്രമാണ് ചവറ തെക്കുംഭാഗം ശ്രീ പനക്കത്തോടിൽ ദേവീക്ഷേത്രം. വരദായിനിയായ ആ അമ്മയെ നമിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ഐതിഹ്യങ്ങളിലേക്ക് കടക്കാം. ജാതിയുടെയും മതത്തിൻ്റെയും ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന കാലത്തും പനക്കത്തോടിൽ അമ്മയുടെ മുമ്പിൽ എല്ലാവരും സമന്മാർ. ചീനവലകൾ കണ്ടല്ലോ. കായലിലേക്കൊന്ന് നമിച്ചുയരുമ്പോൾ വല നിറയെ മീനുകളാണ്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഇതുപോലെ പനക്കത്തോടിൽ അമ്മയുടെ മുന്നിൽ ഒന്ന് നമിച്ചാൽ മതി, കൈ നിറയെ ഇഷ്ടവരുതാനും. സാറേ, പേരക്കുട്ടികൾ എപ്പോഴാണ് എത്തിയത്? ഇന്നലെ രാവിലെ. ആറാട്ട് കഴിഞ്ഞാൽ മക്കളും മരുമക്കളും ഒക്കെ പോവുമല്ലേ? എന്താ സംശയം? ഏത് നാട്ടിലായാലും തെക്കും ഭാഗത്തുകാർ ഉത്സവമായാലും ഓടിയെത്തും. ഓണത്തിനും വിഷുവിനുമൊക്കെ എല്ലാവരും ഒത്തുകയറുന്ന കാര്യം ഇപ്പോൾ കണക്കാം. എന്നാലും പനക്കത്തോടിൽ ഉത്സവം എന്ന് കേട്ടാൽ എല്ലാവരും ഒത്തുകൂടും. ആറാട്ട് കഴിഞ്ഞേ മടങ്ങും. ഇത്തവണ ഒരു വിശേഷവുമുണ്ട്. ഇവരുടെ താലപ്പൊലിയാ. മുത്തശ്ശ, അതെന്തുവാണ്? സാധാരണ ക്ഷേത്രങ്ങളിലൊന്നും കാണാത്ത ഒന്ന് അല്ലേ? കോഴിസ്തൂപം എന്നാ ഇതിന്റെ പേരെന്ന് എനിക്കറിയാം. ബോംബെ പോലെ കൊള്ളാമല്ലോ. പറഞ്ഞ പേര് ശരിയാ, കോഴിസ്തൂപം. പക്ഷേ അതിവിടെ എങ്ങനെ വന്നതെന്നറിയാമോ? ചീനക്കാർ സ്ഥാപിച്ചതാ ഈ കോഴിസ്തൂപം. എന്താണെന്നറിയോ? പണ്ട് ചീനക്കാരുടെ പായ്ക്കപ്പലുകൾ ഇതിലേ പോവുക പതിവായിരുന്നു. ഒരിക്കലൊരു രാത്രി ഇതുവഴി പോവുമായിരുന്നൊരു പായ്ക്കപ്പൽ മുമ്പോട്ടും പിന്നോട്ടും പോകാതെ നിശ്ചലമായി. പഠിച്ച പണി 18 നോക്കി ചൈനക്കാരന്മാർ. ഒരടി അനങ്ങുന്നില്ല കപ്പൽ. അപ്പോഴാണ് പനക്കത്തോടിലമ്മയുടെ തട്ടകത്തിലാണ് തങ്ങൾ നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായത്. ഉള്ളുരുകി പ്രാർത്ഥിച്ചു ചീനക്കാർ. കൃപാമയായ ദേവിക്ക് ചീനക്കാരനെന്നോ മലയാളിയെന്നോ പാണനെന്നോ അരയനെന്നോ ബ്രാഹ്മണനെന്നോ ഉള്ള വ്യത്യാസമുണ്ടോ? ഇല്ല. നൊന്ത് പ്രാർത്ഥിക്കുന്നവരെ സാന്ത്വനിപ്പിക്കാൻ പനക്കത്തോടിലമ്മയ്ക്ക് നേരെ ഒരുപാട് വേണ്ട. കപ്പൽ ഇളകി തുടങ്ങി. ചൈനക്കാര് അമ്മയുടെ തിരുനടയിൽ എത്തി വണങ്ങി. അതിന്റെ ഓർമ്മയ്ക്കായി അവരെ സ്ഥാപിച്ചതായി കോഴിസ്തൂപം അല്ല മുത്തശ്ശ? അതേ, മിടുക്കി. ആണ്ടുകൾ 1000 പിന്നിട്ടിട്ടും നിറം മങ്ങാത്ത ഈ കോഴിസ്തൂപം ഒരു വിസ്മയം തന്നെയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിന് എത്ര കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് മുത്തശ്ശനറിയോ? പണ്ട് അത്രേ അറിയൂ. ദേശാന്തരങ്ങൾ കടന്ന് പണ്ടൊരു സഞ്ചാരപ്രിയനായ നമ്പൂതിരി തെക്കും ഭാഗത്ത് വന്നുചേർന്നത്രേ. കോഴിപ്പുറത്ത് നമ്പീശനുമായിട്ടായിരുന്നു തിരുമേനിയുടെ ലോഹ്യം. നമ്പീശനാശാരി ഗ്രാമത്തിലൊരു ക്ഷേത്രം പണിയുന്ന കാര്യം തിരുമേനിയുമായി ചർച്ച ചെയ്തു. ദേവചൈതന്യമാർന്ന പനക്കത്തോടിൽ നമ്പീശനാശാരി ക്ഷേത്രം നിർമ്മിച്ചു. തീർത്ഥാടന പുണ്യമാർജിച്ച തിരുമേനി അവിടെ ഒരു ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നെ ആ തിരുമേനി ഇവിടം വിട്ടിട്ടില്ല. ശാന്തിക്കാരനായി ഇവിടെ കൂടി. തുടർന്ന് ശ്രീകോവിലും മണ്ഡപവും ചുറ്റമ്പലവും ബലിക്കൽപുരയുമൊക്കെ ഉണ്ടായി. അങ്ങനെ നാൾക്കുനാൾ പുരോഗമിച്ചുകൊണ്ടിരുന്ന ക്ഷേത്രനിർമ്മാണത്തിൻ്റെ മേൽനോട്ടം മഞ്ഞിപ്പുഴ തമ്പുരാനായിരുന്നുവെന്ന് ചരിത്രരേഖകളിൽ പറയുന്നു. അന്ന് ഈ പുണ്യപുരാതന ക്ഷേത്രം നിലനിന്നിരുന്നത് വളയാപ്പള്ളിൽ കുടുംബം വക പുരയിടത്തിലായിരുന്നു. വീടായ വളയാപ്പള്ളിൽ വീട്ടിൽ ദേവി ഇരിക്കുന്ന സ്ഥലം ഈ വീട്ടിലെ വകയായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഊരാൺമ കുടുംബക്കാരൻ നിലയിൽ ദേവസ്വം ബോർഡ് അമ്പലം ഏറ്റെടുത്തപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ അന്നിരുന്ന കാരണവന്മാർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അവകാശങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ദേവസ്വത്തിലേക്ക് അമ്പലം പോകുന്നത് വരെയും ഇവിടെ ഉള്ള ആണുങ്ങളോട് ചോദിച്ചാണ് കൊട്ടട്ടോ കുടിയേറട്ടോ വെട്ടത്തപ്പിള്ളമാർ എന്ന് ചോദിച്ച് വെച്ചാണ് കുടിയേറുന്നത്. ഏകദേശം 1000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. വളരെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണെന്ന് തന്നെ പറയാം. ചവറ തെക്കുംഭാഗം പനക്കത്തോടി ദേവീക്ഷേത്രം മുൻപ് ഊരാൺമ ഭരണത്തിലിരിക്കുകയായിരുന്നു. പിന്നീട് അഴകത്ത് കുടുംബാംഗങ്ങൾ ക്ഷേത്രഭരണം നിർവഹിച്ചു പോന്നു. തുടർന്ന് പൂണാട്ട് കുടുംബത്തിന് മേൽനോട്ട ചുമതല കൈമാറി. കാലമേറെ കഴിഞ്ഞാണ് ക്ഷേത്രഭരണ ചുമതല
കൊല്ലം സൂപ്രണ്ട് ഏറ്റെടുത്തത്. അദ്ദേഹം ചവറ ചന്ദ്രക്കാരനെ ഭരണനിർവഹണത്തിനായി നിയോഗിച്ചു. 1946 ജനുവരി 11 പനക്കത്തോടിൽ ദേവീക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. ഇന്ന് ദേവസ്വം ബോർഡിന് കീഴിലുള്ള പ്രധാനപ്പെട്ട മേജർ ക്ഷേത്രമാണിത്. ഇവിടുത്തെ ഉത്സവം ഈ നാട്ടിലെ ഒരു വലിയ മേളയായി മാറുന്ന ഒരു മഹൽ സംഭവമാണ്. ഇവിടെ ദുർഗാദേവിയും ഭദ്രകാളി ദേവിയും ഒരുമിച്ച് കൂടുന്ന ഒരു മഹൽ ശക്തിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. മേടത്തിലെ ഉത്രത്തിന് കുടിയിറങ്ങി ആറാട്ട് നടത്തത്തക്ക വിധം 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. 10 ദിവസത്തെ ഉത്സവമാണ് പനക്കത്തോടിൽ ക്ഷേത്രത്തിനുള്ളത്.
കൊല്ലം അതിപുരാതനമായ ഒരു തീരനഗരം. ഈ ദേശിങ്കിനാട് നഗരത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് പനക്കൽത്തോടിൽ ഭഗവതി ക്ഷേത്രം. കൊല്ലത്ത് നിന്ന് നീണ്ടകര ചവറ വഴി തെക്കും ഭാഗത്തെത്തിയാൽ ക്ഷേത്രമുറ്റത്തേക്ക് ചെല്ലാം. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഇവിടേക്ക് നേരിട്ട് ബസ് സൗകര്യമുണ്ട്. കൊല്ലം ഗുഹാനന്ദപുരം ബോട്ടിൽ കയറി കായൽ പരപ്പിലൂടെയും ഇവിടെ എത്താം. പനക്കത്തോടിയിൽ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് വേണം പറയാൻ. ഈ ക്ഷേത്രത്തിന് ചുറ്റും മനോഹരമായ കായലാണ്. കായലോളങ്ങളുടെ ധ്യാനഹസ്തങ്ങൾക്ക് നടുവിൽ ഒരമ്മ ദേവാലയം. പാവുമ്പ പാലമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തുരുത്തിനെ മറുകരയുമായി ബന്ധിപ്പിക്കുന്നത്. അങ്ങനെ ഈ പാലം ലൗകികതയ്ക്കും ആധ്യാത്മികതയ്ക്കും ഇടയ്ക്കുള്ള വിശുദ്ധമായൊരു കണ്ണിയാകുന്നു. ഭദ്രയും ദുർഗയും ഒരേ ശ്രീകോവിലിൽ തന്നെ വാണരുളിയിരുന്ന ദേവാലയമാണിവിടം. ഇന്ന് കാളി പ്രതിഷ്ഠ തെക്ക് ഭാഗത്താണ്. ഈ പുനഃപ്രതിഷ്ഠ നടത്തിയത് വടക്കേടത്ത് മഠക്കാരാണ് എന്നാണ് ഐതിഹ്യം. നിരവധി ഉപദേവതാ സ്ഥാനങ്ങളുണ്ടിവിടെ. നാലമ്പലത്തിന് വെളിയിൽ ശാസ്താവ്, വടക്ക് ബ്രഹ്മരക്ഷസ്, നാഗദൈവങ്ങൾ, കന്നിക്കോണിൽ വിഘ്നേശ്വരൻ. പുണ്യതീർത്ഥ കുളത്തിനരികിലെ മൂലസ്ഥാനമായ ഈ നന്ദാവനത്തിൽ ആദ്യം തൊഴണം. പിന്നീട് ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് ഇടതുവശത്തുകൂടി പ്രവേശിച്ച് വലത്തോട്ട് വലം വെച്ച് വീണ്ടും ഇടത് വന്ന് നിന്ന് വേണം ദേവിയെ വണങ്ങേണ്ടത്. മൂവര് വലം വെച്ച് വേണം തൊഴുവാൻ. ഇവിടുത്തെ വഴിപാടുകൾ വൈവിധ്യമാർന്നതാണ്. അതിലൊന്നാണ് കഥകളി, പിന്നെ സ്വർണം നടക്കി വയ്ക്കൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പനക്കത്തോടി ദേവീക്ഷേത്രം. ഞങ്ങൾ ഈ ക്ഷേത്രം ബോർഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഏതാണ്ട് 10-35 കിലോ സ്വർണ്ണത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അന്യനാടുകളിൽ നിന്നും ധാരാളം ആൾക്കാർ വിളക്കെടുക്കുന്നതിനും മറ്റുമായിട്ടും ഉത്സവം ശമിക്കുന്നതിനും കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ആയിട്ടും ധാരാളം ആൾക്കാർ വരാറുണ്ട്. സ്വർണ്ണ തലയെക്കെട്ടും ജീവതയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടെ.